inquebrantable, nacido en el corazón de nuestra tierra venezolana, en el santuario de nuestra amada Basílica de Tari, donde cada piedra susurra historias de milagros y consuelo. Más de 20 artistas venezolanos, con el alma puesta en cada detalle, se unieron para transformar miles de globos en un manto celeste. Fueron la sinfonía de un equipo que, con cada nudo y cada conexión, tejía música desde cada rincón de nuestra Venezuela, y para nuestros hermanos fuera de ella. Este mural de más de 27.000 globos y 10 metros de altura es un recordatorio de la resiliencia y la devoción. Es el reflejo de la pasión de un equipo que, con ingenio y corazón tricolor, eleva el nombre de nuestra Virgen a nuevas olas. Esta obra es un abrazo. Hoy el Táchira y el mundo celebran a nuestra Virgen de la Consolación. Que este mural de globos sea un faro de luz y fe para todos, un testimonio de que el espíritu venezolano, guiado por nuestra Virgen, es capaz de crear maravillas. Que la Virgen de la Consolación los arrope con su manto. Deja tu bendición en los comentarios y comparte esta obra de fe que nos une a todos. വെനസ്വേലയിൽ കുറച്ച് കലാകാരന്മാർ അവരുടെ കഴിവുകൾ ഉപയോഗിച്ചപ്പോൾ അവിടെ മഹത്വപ്പെട്ടത് യേശുവും പരിശുദ്ധ അമ്മയുമായിരുന്നു. 20ലധികം കലാകാരന്മാർ ചേർന്ന് ബലൂൺ ഉപയോഗിച്ച് 26 അടി ഉയരമുള്ള ക്രൂശിതനായ യേശുവിൻ്റെ രൂപവും 33 അടി ഉയരമുള്ള പരിശുദ്ധ അമ്മയുടെ രൂപവുമാണ് നിർമ്മിച്ചെടുത്തത്. കലയുടെയും വിശ്വാസത്തിൻ്റെയും മനോഹരമായ ഈ സാക്ഷ്യം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു. 20,000-ലധികം ബലൂണുകൾ കൊണ്ട് നിർമ്മിച്ച യേശു ക്രിസ്തുവിൻ്റെ 26 അടി ഉയരമുള്ള രൂപമായിരുന്നു ആദ്യം കലാകാരന്മാർ നിർമ്മിച്ചത്. ആഴ്ചകൾക്ക് ശേഷം മറ്റ് കലാകാരന്മാരുടെ സഹായത്തോടെയാണ് പരിശുദ്ധ അമ്മയുടെ 33 അടി ഉയരമുള്ള ഒരു രൂപം കൂടി തയ്യാറാക്കിയത്. ഈ സൃഷ്ടിക്ക് 27,000 ബലൂണുകളും തരിബയിലെ ബസലിക്കയ്ക്കുള്ളിൽ 3 ദിവസത്തെ പരിശ്രമവും ആവശ്യമായി വന്നു. ഞങ്ങൾ വീർപ്പിച്ച ഓരോ ബലൂണും യേശുക്രിസ്തുവിലും പരിശുദ്ധ അമ്മയിലുമുള്ള ആഴമായ ഭക്തിയിൽ നിന്നും സ്നേഹത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് കലാകാരന്മാർ പറഞ്ഞു. കലാപരമായ കഴിവ് വിശ്വാസവുമായി സംയോജിപ്പിക്കാൻ അനുവദിച്ച അനുഗ്രഹീത അനുഭവമായിരുന്നു ഇതെന്നും അവർ കൂട്ടിച്ചേർത്തു. ആത്മീയ പ്രാധാന്യത്തിനപ്പുറം പദ്ധതിയുടെ പാരിസ്ഥിതിക വശവും ചർച്ച ചെയ്യപ്പെടുകയും അഭിനന്ദിക്കപ്പെടുകയും ചെയ്തു. നിർമ്മിതിക്കായി ഉപയോഗിച്ച ബലൂണുകൾ പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ പുനരുപയോഗിക്കാൻ സാധിക്കും.